ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് ഇഫ്താറിനും പിന്നെ അല്ലാതെയും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈസിയായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ത്രെഡ് ചിക്കൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഈ ഒരു മസാല വെച്ച് നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ത്രെഡ് ചിക്കൻ നല്ല പെർഫെക്റ്റായി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് റെഡിയാക്കിയെടുക്കാൻ നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ചിക്കൻ്റെ 2 ബ്രസ്റ്റ് പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രീസറിന് കുറച്ച് മുന്നേ എടുത്ത് മാറ്റി വെച്ചതാണ്. അപ്പോൾ ഫ്രീസറിന് തണുപ്പോട് കൂടി കട്ട് ചെയ്യുമ്പോൾ ചിക്കനൊന്നും പൊടിഞ്ഞു പോകാതെ നമുക്ക് ഈസിയായി നീളത്തിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. നമ്മൾ പഴംപൊരിക്കൊക്കെ പഴം കട്ട് ചെയ്യില്ലേ, ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് എല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അധികം കനയില്ലാതെ നീളത്തിൽ ഇതുപോലെ. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊരു മസാല റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 17 വറ്റൽമുളക്, കാശ്മീരി വറ്റൽമുളക് 5 മിനിറ്റ് വേവിച്ചെടുത്തതാണിത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ അത് നമുക്ക് ഒന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ നന്നായിട്ട് അരഞ്ഞ് കിട്ടണം. അപ്പോൾ ആ വേവിച്ചതിൽ നിന്നുള്ള വെള്ളം മാത്രമേ നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ 2 അല്ലി വെളുത്തുള്ളി, പിന്നെ 2 ടീസ്പൂൺ വിനാഗിരി. ഇനി ഇത് നന്നായിട്ട് മറ്റു വെള്ളമൊന്നും ചേർക്കാതെ തന്നെ അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും നമുക്ക് 2 ടീസ്പൂൺ ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കി നമുക്ക് ഇതിന് സൈഡായിട്ട് കൂട്ടാനുള്ള സോസ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി അവിടെ മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ സോയാ സോസും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇനി അരമണിക്കൂർ നിങ്ങൾക്ക് ടൈമില്ലെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. അപ്പോൾ ഇത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്ക് ആ സമയം കൊണ്ട് സോസ് റെഡിയാക്കി എടുക്കാം. ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ തന്നെ ചേർക്കണം, വെളിച്ചെണ്ണ ചേർക്കരുത്. അപ്പോൾ ഓയിലൊന്ന് ചൂടായി വന്നാൽ 10 അല്ലി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതാണ്, അതും കൂടി ചേർത്ത് ചെറുതായിട്ടൊന്ന് കളർ മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പലരും പല രീതിയിലും ഉണ്ടാക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ത്രെഡ് ചിക്കന്. ഇനി നമുക്ക് അരച്ച് വെച്ച വറ്റൽമുളകിൻ്റെ ഈ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കാശ്മീരി മുളക് ആയതുകൊണ്ട് അങ്ങനെ എരിയൊന്നും ചെയ്യില്ല. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടത്തോടെ കഴിക്കാം. പിന്നെ 1 ടീസ്പൂൺ സോയാ സോസും കൂടി ചേർത്ത് ഒന്ന് ഈ പച്ചമണം മാറുന്നത് വരെ ഇതിനെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കോൺഫ്ലവറും 1 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ മിക്സ് ചെയ്തതാണ്, അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ സോസിൻ്റെ തിക്നെസ്സിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം പുളി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വിനാഗിരി ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ ആവശ്യത്തിനുള്ള പുളിയുണ്ട്. അപ്പോൾ നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത നമുക്കിനി സമൂസ ഷീറ്റാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എത്ര ചിക്കനാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് എടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 15 സമൂസ ഷീറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ മടക്കി നമുക്ക് കത്രിക വെച്ചോ കത്തി വെച്ചോ ഇതുപോലെ നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഈസി അതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ഇതിൻ്റെ മുകളിൽ ഇതുപോലെ വിതറി നമുക്ക് ഒന്ന് കുടഞ്ഞെടുക്കാം. അപ്പോൾ ഒന്നിനോട് ഒട്ടിപ്പിടിക്കില്ല.
അപ്പോൾ നമ്മൾ ചിക്കൻ ഇവിടെ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന് ഒരു കോട്ടിങ് കൂടി കൊടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ മൈദയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ആ സമൂസ ഷീറ്റിൽ കവർ ചെയ്യുമ്പോൾ ഒന്ന് കോട്ടായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലവറും മൈദയും ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് കോട്ട് ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ കുറച്ച് സമൂസ ഷീറ്റ് ഇതുപോലെ ഒന്ന് നിരത്തി കൊടുത്ത് അതിൻ്റെ മുകളിൽ നമ്മൾ ചിക്കൻ പീസ് ഇതുപോലെ വെച്ച് ഒന്ന് റോൾ ചെയ്തെടുക്കുക. കണ്ടില്ല, ഒന്ന് കവറായി കിട്ടിയാൽ മതി. ഓവറായിട്ട് സമൂസ ഷീറ്റ് വെച്ച് കവർ ചെയ്യണ്ട. ഒന്ന് എല്ലായിടെയും ഒന്ന് കവറായി കിട്ടിയാൽ മതി. അപ്പോൾ ഒന്നും കൂടി കാണിച്ചു തരാം. ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാം ഒന്ന് റോൾ ചെയ്ത് എടുത്തിട്ട് വരാം. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കണ്ടില്ലേ? അപ്പോൾ ഞാനിവിടെ എല്ലാം റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് ആവശ്യത്തിന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 4 പീസ് മാത്രമേ ഇപ്പം ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ. നമുക്ക് ചൂടോടുകൂടി കഴിക്കാനാണിത് ടേസ്റ്റ്. അപ്പോൾ കഴിക്കുന്ന സമയത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് ഇപ്പോൾ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. കാരണം ചിക്കൻ നേരെ കട്ട് ചെയ്തതുകൊണ്ട് പെട്ടെന്ന് ചിക്കൻ ഫ്രൈ ആയി കിട്ടും. അത്ര വേവൊന്നുമില്ല. നമ്മൾ കനം കുറച്ചിട്ടല്ലേ ചിക്കൻ കട്ട് ചെയ്തത്. അപ്പോൾ ഒരു വശം ഒന്ന് ഗോൾഡൻ കളറാകുമ്പോൾ തിരിച്ചിട്ട് ഈ വശവും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ 4 മാത്രമേ ഇപ്പം ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് ചൂടോടെ ഫ്രൈ ചെയ്ത് കഴിക്കാം. അപ്പോൾ നമുക്ക് എല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് വരാം. എല്ലാം ഡീറ്റെയിലായി കാണിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ത്രെഡ് ചിക്കൻ റെഡിയാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും റെഡിയാക്കി നോക്കുക. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ത്രെഡ് ചിക്കൻ റെസിപ്പിയാണ്. കാരണം നമ്മളിതൊരു കാശ്മീരി മുളക് ഇട്ടത് കൊണ്ട് അത്ര എരിവൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ ആ ചിക്കൻ്റെ സോഫ്റ്റ്നെസ്സും ആ മസാലയും ഒക്കെ കൂടി കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് ഈ സോസിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ. അപ്പോൾ നിങ്ങൾ ഒരു വട്ടം ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എപ്പം പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.